ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനാണ് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വലയിട്ടായിരുന്നു. കാരണം ഇന്ന് 4 മണിക്കാണ് ആറ്റിൽ വെള്ളം കുറഞ്ഞത്. അപ്പോൾ വെള്ളം കുറഞ്ഞതനുസരിച്ച് നമ്മൾ വല കൊണ്ടിട്ട് നമ്മളൊരു 7-8 മണിയാകുമ്പോഴാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ലേറ്റായിട്ട് 8:30 ആയപ്പോൾ നമ്മൾ വല നൈസിൽ വലിച്ചിട്ടുണ്ട്. അത്യാവശ്യം മീനൊക്കെ ഉണ്ട് വലയിൽ. അവസാനം മൊത്തം വല എടുത്ത് കരയിൽ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ അതിനകത്ത് എന്തോരം മീനുണ്ടെന്നൊന്നുമില്ല. ഇതിനകത്ത് കൂടുതലും കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ കരിങ്ങട. ഈ കരിങ്ങടല്ലേ, കരിങ്ങട, അതുപോലെ തന്നെ മഞ്ഞക്കൂരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലയിൽ നിന്ന് എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അതിന് 2 സൈഡ് 2 മുള്ളുണ്ട്. ആ മുള്ള് നമ്മുടെ കയ്യിലൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അരപ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കട്ടുറുമ്പ് കടിക്കുമ്പോൾ ഒരു ഇത് കിട്ടത്തില്ലേ, അതുപോലൊരു ഐറ്റമാണ് മഞ്ഞക്കൂരിയുടെ മുള്ള് കൊണ്ടുള്ള അവസ്ഥ. അതിൻ്റെ കഴുത്തിൻ്റെ താഴെയായിട്ടാണ് 2 മുള്ളുണ്ട്. ആ ഒരു മഞ്ഞക്കൂരിയുടെ ഒരു വലിയ മഞ്ഞക്കൂരി കിട്ടുന്ന ഒരു വീഡിയോ ഷോട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ഇന്നും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളങ്ങനെ മീൻ കിട്ടാനുള്ള സമയത്ത് ഇതിനെ കൊമ്പൊടിച്ചിട്ടാണ് ചൂണ്ടയിൽ നിന്നാണേലും വലയിൽ നിന്നാണേലും എടുക്കാറുള്ളത്. പക്ഷേ ചില സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ മുള്ള് നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ ഭയങ്കര വേദനയൊക്കെയാണ്. അപ്പം അത്യാവശ്യം നമ്മുടെ വലയൊക്കെ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് മഞ്ഞക്കുരി. ഈ സാധനത്തിൻ്റെ മുള്ളൊരു ഡാറ് മുള്ളാട്ടോ. കുറേ വട്ടം കൈ കയറി പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വല കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരനും കൂടെ ഉണ്ട്. പിന്നെ കല്ലേമുട്ടി കല്ലാങ്കാലിയുണ്ട്. അതുപോലെ തന്നെ കല്ലാങ്കാലിയുടെ സമയം ആവുകയാണല്ലോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ കല്ലാങ്കാലി തോട്ടിലൂടെ കയറി മുട്ടയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഊത്ത കയറുക എന്ന് പറയുന്നത്, ആ സംഭവം തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം വലയൊക്കെ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കരയിലോട്ട് പോവുകയാണ്. ഇപ്പം വലയിൽ നിന്ന് മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് കൂരൽ. ഏകദേശം ഇതൊക്കെ നമുക്ക് റയറായിട്ട് മാത്രമേ നമുക്ക് വലയിൽ കൂരലൊക്കെ എങ്ങനെ കിട്ടാറുള്ളൂ, വലിയ കൂരൽ. ഇത് പൊടിവലയാണ്. പൊടിവലയിൽ എങ്ങനെയോ കുടുങ്ങിയതാണ്. ഇതിനകത്ത് കല്ലാങ്കാലി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 2 വലയുണ്ട്. 2 വലയും നമ്മൾ എടുത്ത് കഴിഞ്ഞു. ഇപ്പം മീൻ കാണുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, ഇതിനകത്ത് കുറേ മീനുണ്ട് ബക്കറ്റിൽ. അപ്പോൾ അത്യാവശ്യം ഒരു വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാരന്മാർ 2-3 പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ പങ്കിട്ടെടുക്കുന്ന രീതിയിലുള്ള മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കരിങ്ങട, മഞ്ഞക്കൂരി. ഇപ്പോൾ മഞ്ഞക്കൂരി ഞാൻ എടുത്ത് കാണിക്കാം. ഇതാണ് ഐറ്റം മഞ്ഞക്കൂരി. ഇത് കുത്തി കഴിഞ്ഞാൽ വിഷയമാണ്. ഇതിനകത്ത് ഇപ്പം ഒരു കൂരലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടുകാരെ. ബൈ.